ദിവസങ്ങളായി തുടരുന്ന ഉഗ്രപോരാട്ടത്തിലൂടെ ഇറാഖിലെ തന്ത്രപ്രധാന നഗരങ്ങൾ സുന്നി സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആൻഡ് ലെവന്റ് കീഴടക്കിയിരിക്കുകയാണ്. പ്രധാന പട്ടണങ്ങളായ മൂസിൽ, തിക്രിത്, ജലൂല, സായ്ദിയ തുടങ്ങിയ പട്ടണങ്ങൾ പിടിച്ചെടുത്ത ISIL തലസ്ഥാന നഗരിയായ ബാഗ്ദാദിനടുത്തെത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ 2/3 ഭാഗത്തും നൂരി അൽ മാലിക്കി സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. തലസ്ഥാന നഗരിയുടെ 100 കിലോമീറ്റർ ഉള്ളിലേക്ക് ISIL കടന്നതോടെ നൂരി അൽ മാലിക്കി അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനോട് അമേരിക്ക അനുകൂലമായി പ്രതികരിച്ചതോടെ ഇറാഖിലേക്ക് ഒരിക്കൽ കൂടി അമേരിക്കൻ സൈന്യമെത്താനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2011 ഇറാഖിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യ US സൈനിക ഇടപെടലായിരിക്കും ഇത്. ഇറാഖിനെ സഹായിക്കാൻ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ ജോർജ് W. ബുഷ് ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് തൊട്ടുപിന്നാലെ ഇറാനും ഇറാഖിന് പിന്തുണയുമായി രംഗത്തെത്തി. ഇറാഖിന് ആയുധശേഖരം വാഗ്ദാനം ചെയ്ത ഇറാൻ പക്ഷേ സൈന്യത്തെ അയക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇറാഖ് ഭരണകൂടത്തിനായി US-നൊപ്പം നിൽക്കാൻ തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഇറാൻ പ്രസിഡന്റായി ഹസൻ റുഹാനി സ്ഥാനമേറ്റെടുത്തതിനു ശേഷമാണ് ഇറാൻ അമേരിക്ക ബന്ധം മെച്ചപ്പെട്ടു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.